أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فأخرجناهم من جنات وعيون وكنوز ومقام كريم كذلك وأورثناها بني إسرائيل فأتبعوهم مشرقين. صدق الله العظيم. സൂറത്തു ശുഅറാ 57, 8, 9, 60 ആയത്തുകൾ. ഫഅഖ്റജ്നാഹും, അങ്ങനെ നാം അവരെ പുറത്താക്കി, മിൻ ജന്നാത്തിൻ, തോട്ടങ്ങളിൽ നിന്ന്, വഅയൂൻ, അരുവികളിൽ നിന്നും, വകുനൂസിൻ, ഖജനാവുകളിൽ നിന്ന് അല്ലെങ്കിൽ നിധികളിൽ, ധനശേഖരങ്ങളിൽ നിന്ന്, വമഖാമിൻ കരീം, രമ്യഹർമ്മങ്ങളിൽ നിന്ന് അഥവാ ഉന്നതമായ പാർപ്പിടങ്ങളിൽ നിന്നും, കദാലിക, അപ്രകാരം, ഔറസ്നാഹ, നാം അതിനെ അനന്തരമാക്കി കൊടുക്കുകയും ചെയ്തു, ബനി ഇസ്രായേൽ, ഇസ്രായേൽ സന്തതികൾക്ക്. ഫഅത്ബഊഹും, എന്നിട്ട് ആ ജനം അവരെ പിന്തുടർന്നു. ഫഅത്ബഊഹും, ആ ഫിറൗനിൻ്റെ ആളുകൾ ബനി ഇസ്രായേല്യരെ പിന്തുടർന്നു. മുശ്രിഖീൻ, പ്രഭാതവേളയിൽ. മശ്രിഖ് ഉദിക്കുന്ന സ്ഥലം. ഫിറൗനും സൈന്യവും മൂസാ അലൈഹി ഇസ്ലാമിൻ്റെയും ബനി ഇസ്രായേല്യരുടെയും പിന്നാലെ കൂടി അവരെ തടഞ്ഞ് അല്ലെങ്കിൽ തകർത്ത് കളയാനും അല്ലെങ്കിൽ അവരുടെ പോക്ക് തടയാനുമൊക്കെയായിട്ട് ഹാഷിരീൻ, ആളുകളെ അയച്ചു. അങ്ങനെ അവർ ഒരു കൊച്ചു സംഘമാണ്, ദുർബലരായ എന്നൊക്കെ പറഞ്ഞു. നമ്മളെല്ലാവരും ജാഗ്രത പുലർത്തണം എന്നും പറഞ്ഞല്ലോ. അവർ നമ്മളോട് വലിയ വിദ്വേഷമുള്ളവരാണ്, അതുകൊണ്ട് എല്ലാവരും ജാഗ്രത പുലർത്തണം എന്നും പറഞ്ഞു. അങ്ങനെ എന്തുണ്ടായി? ഫിറൗനും ഹാമാനും സൈന്യവും പിന്നെ പ്രഭുക്കന്മാരും, ഇങ്ങനെ കാര്യപ്പെട്ട ആളുകളെല്ലാവരും കൂടി ഇവരെ തടയാനും തകർക്കാനും ഒക്കെ വേണ്ടി അവരുടെ പിന്നാലെ പുറപ്പെടുകയാണ് ചെയ്തത്. അവർക്ക് ഇത് ഒരു ആഘോഷം പോലെ അഹങ്കാരം കാണിച്ച് കഥ കഴിക്കണം ബനി ഇസ്രായേല്യരുടെ, അല്ലെങ്കിൽ പോക്ക് തടയണം, പിടിച്ചു കെട്ടിയിടണം എന്നൊക്കെ പറഞ്ഞു പോകുകയാണ് എല്ലാവരും കൂടി. പക്ഷേ അല്ലാഹു തആലാക്ക് വേറൊരു തന്ത്രമുണ്ട്. വമക്കറു വമക്കറല്ലാഹു വല്ലാഹു ഖൈറുൽ മാക്കിരീൻ എന്നൊക്കെ പറഞ്ഞതുപോലെ. അതെന്താണ്? ഈ ഈജിപ്തുകാരെ മൊത്തം നശിപ്പിക്കാൻ അല്ലാഹ്ക്ക് പരിപാടിയില്ല. പിന്നെ അക്രമം പ്രവർത്തിച്ച ഭരണകൂടത്തെയും അതിനെ താങ്ങി നിർത്തുന്ന സൈന്യത്തെയും അതിനെ കൊണ്ടു നടക്കുന്ന അവരുടെ ആളുകളെയും, ഭരണകൂടത്തിൻ്റെ ഡീപ്പ് സ്റ്റേറ്റ് എന്നിക്കാലത്ത് പറയുന്ന അതിനെ മൊത്തം, രാജാവും അതുപോലെ മന്ത്രിമാരും സേനാനായകനും സൈന്യവും, ഇവരെ എല്ലാവരെയും കൂടി അവിടെ നിന്ന് ഇങ്ങോട്ട് വേരോടെ പിഴുത് കൊണ്ടുവന്ന് കടലിൽ മുക്കിക്കളയുക. ഇതാണ് അള്ളാഹുവിൻ്റെ പ്ലാൻ. നേരത്തെ നമ്മൾ പല നബിമാരുടെയും കഥകൾ പഠിച്ചിട്ടുണ്ട്. നൂഹ് നബിയുടെ വിശ്വാസികളെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ബാക്കിയുള്ളവരെ അങ്ങ് നശിപ്പിക്കുക. അതാണ് ഖൗമ് നൂഹ്, അതുപോലെ ആദ്, സമൂദ്, മദിയന്, പിന്നെ സദൂമ്, അവരുടെയൊക്കെ രീതി അതാണ്. എന്നാൽ ഇവിടെ നേരെ തിരിച്ചാണ്. നശിപ്പിക്കേണ്ട ആളുകളെ കടലിലേക്ക് കൊണ്ടുപോകുകയാണ് അല്ലാഹു തആല. അതാണ് ഫഅഖ്റജ്നാഹും എന്ന് പറഞ്ഞത്. എന്തൊക്കെ ഉപേക്ഷിച്ചാണ് പോണത്?
മിൻ ജന്നാത്തിൻ വ ഉയൂൻ വ കുനൂസിൻ വ മഖാമിൻ കരീം. എല്ലാവിധ ആഡംബരങ്ങളുമുണ്ട്, അരുവികളുണ്ട്, നിധി ശേഖരങ്ങൾ, സമ്പത്തിൻ്റെ കൂമ്പാരമുണ്ട്, അതുപോലെ വലിയ മുന്തിയ താമസ സ്ഥലങ്ങളുമുണ്ട്. അതിലൊക്കെ അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ, ബനി ഇസ്രായേല്യർ അങ്ങ് പോയി, ഇവർക്കൊരു കുഴപ്പമില്ലാതെ ബനി ഇസ്രായേല്യർ പോയത് ശരിയായില്ല എന്ന് പ്രസ്താവന ഇറക്കി, അല്ലെങ്കിൽ ബനി ഇസ്രായേല്യരെ പിടികൂടാൻ ആരെയോ ഏർപ്പാട് ചെയ്തു. അങ്ങനെയൊക്കെ ആകുമ്പോൾ ഈ ഫിറോനും കൂട്ടരും അവിടെ ബാക്കിയാകും. അതൊരു ഒരു സംഭവം മാത്രമായിട്ട് മാറുള്ളൂ. അല്ല, ഒരു മഹാ ഇടപെടലാണ് അള്ളാൻ്റെ ഭാഗത്തു നിന്നുള്ളത്. അതിൽ ഈ നാശകാരികളായ ഭരണകൂടത്തെ ഒന്നാകെ കൊണ്ടുപോയി മുക്കിക്കൊല്ലണം അള്ളാഹ്ക്ക്. അതേ സമയത്ത് അയാളെ പേടിച്ചിട്ട്, ഫിറൗനിനെ പേടിച്ചിട്ട് അതിൻ്റെ കൂടെ നിൽക്കുന്നവരോ വിശ്വസിക്കാത്തവരോ ഒക്കെ ആയ സാധാരണക്കാരായ ഈജിപ്തുകാർ, അവരെ ഇപ്പോൾ അല്ലാഹു തആലക്ക് നശിപ്പിക്കാൻ പരിപാടിയില്ല. കാരണം ഫിറൗൻ്റെ കൂടെ ഒരു പക്ഷേ അവർ നിന്നിട്ടുണ്ടെങ്കിൽ പോലും അത് ഫിറൗനെ പേടിച്ചിട്ട് നിവൃത്തിയില്ലായ്മ കൊണ്ടാണ്, അല്ലാതെ അത് ശരിയാണെന്ന് വിചാരിച്ചിട്ടല്ല. അത്തരം ആളുകൾക്ക് അല്ലാഹു തആല ഇനിയും അവസരം കൊടുക്കും. വമാ ബക്കത്ത് അലൈഹിമുസ്സമാവാത്ത്, ആകാശവും ഭൂമിയും അവർക്ക് വേണ്ടി കരഞ്ഞില്ല എന്നൊക്കെ പറയുന്നുണ്ട് പരിശുദ്ധ ഖുർആൻ. അപ്പം അങ്ങനെ അവരുടെ വലിയ വലിയ സമ്പത്തും ആഡംബരങ്ങളുമൊക്കെ അതിൽ നിന്നൊക്കെ അല്ലാഹു തആല അവരെ പുറത്തിറക്കി കൊണ്ടുപോയി. അങ്ങനെ അല്ലാതെ കൈറോവിൽ അല്ല ഈജിപ്തിൽ തന്നെ നശിപ്പിച്ചിരുന്നെങ്കിൽ നശിപ്പിക്കപ്പെടേണ്ടാത്ത ആളുകൾ നശിക്കും. അത് അള്ളാഹ്ക്ക് അങ്ങനെ ഒരു പരിപാടിയില്ല എന്നർത്ഥം. കദാലിക വ ഔറസ്നാഹ ബനി ഇസ്രായേൽ, അങ്ങനെ അവരെ നശിപ്പിച്ചത് പ്രകാരം വേറൊരു കാര്യവും കൂടി ചെയ്തു അള്ളാഹു. അത് വ ഔറസ്നാഹ ബനി ഇസ്രായേൽ, ആ ഈജിപ്തിനെ ബനി ഇസ്രായേല്യർക്ക് അനന്തരാവകാശം, അഥവാ അവരുടെ അതിൻ്റെ അനന്തരാവകാശികളാക്കി മാറ്റുകയും ചെയ്തു. അനന്തരാവകാശികളാക്കി മാറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിറോൻ മുങ്ങിച്ചത്തപ്പോൾ മൂസാ അലൈഹിസ്സലാം തിരിച്ച് ഈജിപ്തിലേക്ക് ചെന്ന് ഈജിപ്തിൻ്റെ ഭരണം ഏറ്റെടുത്തു എന്നൊക്കെ പറഞ്ഞവരുണ്ട് ഖുർആൻ വ്യാഖ്യാതാക്കളുടെ കൂട്ടത്തിൽ. അല്ലെങ്കിൽ ബനി ഇസ്രായേല്യർ ഈജിപ്തിൻ്റെ അധികാരികളായിട്ട് പിന്നീട് മാറി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈജിപ്തിൻ്റെ ചരിത്രത്തിൽ അങ്ങനെ ഈ ഫലസ്തീനികൾ ഈ ബനി ഇസ്രായേല്യർ പിന്നീട് മൂസാ അലൈഹിസ്സലാം ഫിറോവിന് ശേഷം ഫലസ്തീൻ ഈജിപ്ത് ഭരിച്ചത്, അങ്ങനെ ഈജിപ്തിൻ്റെ ചരിത്രത്തിൽ അങ്ങനെ ഒരു കാലഘട്ടം പറയപ്പെടുന്നില്ല. അപ്പോൾ പിന്നെ ബനി ഇസ്രായേല്യർക്ക് അവകാശം നൽകിയെന്ന് പറഞ്ഞത് എന്താണ്? അത് പിന്നീട് 40 കൊല്ലം കഴിഞ്ഞ് ബനി ഇസ്രായേല്യർക്ക് ബൈത്തുൽ മഖ്ദിസ് അത് കിട്ടി. അവിടെയാണ് ദാവൂദ് അലൈഹിസ്സലാമും പിന്നീട് സുലൈമാൻ അലൈഹിസ്സലാമും ഒക്കെ വളർന്നു വരുന്നത്. ആ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ വിശാലമായ സാമ്രാജ്യം അത് തിരിച്ച് ഇങ്ങോട്ട് വന്നു. അഥവാ ഏഷ്യയിൽ നിന്ന് അത് ആഫ്രിക്കയിലേക്ക് കടന്ന് ഈജിപ്തിൻ്റെ പല ഭാഗങ്ങളും സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ അധീനതയിലായി എന്നാകാം ഔറസ്നാഹ ബനി ഇസ്രായേൽ എന്ന് പറഞ്ഞത്. ചില പണ്ഡിതന്മാർ പിന്നീട് ബൈത്തുൽ മഖ്ദിസിൽ കേന്ദ്രമായി ബനി ഇസ്രായേല്യർക്ക് ഫിറൗനിന് ഈജിപ്തിലുണ്ടായിരുന്നത് പോലെ ജന്നാത്തിൻ വ ഉയൂൻ, തോട്ടങ്ങളും അരുവികളും, വ കുനൂസിൻ വ മഖാമിൻ കരീം, അങ്ങനെ വലിയ ആഡംബരമുള്ള താമസ സൗകര്യങ്ങളൊക്കെ നൽകി എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഔറസ്നാഹ എന്ന് പറയുന്നതിന് സാങ്കത്യം മനസ്സിലാക്കാൻ കഴിയില്ല, അല്ലാഹു അഅലം. ഏതായാലും പിന്നീട് ബനി ഇസ്രായേല്യർ അവർ പുറത്താക്കപ്പെട്ട നാടിൻ്റെ അവകാശികളായിട്ട് മാറി. പിൽക്കാലത്തെപ്പോഴോ അത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ കാലത്തായിരിക്കാം, അല്ലെങ്കിൽ പിന്നീട് അതിൻ്റെ ശേഷവുമുള്ള കാലത്ത് ആയിരിക്കാം. ഏതായാലും അല്ലാഹു തആല പറയുന്നത് ആ ഈജിപ്തിൻ്റെ അനന്തരാവകാശം അവർക്ക് നൽകി എന്നാണ്. ഫഅത്ബഊഹും മുശ്രിഖീൻ, ഫഅത്ബഊഹും, എന്നിട്ട് ഈ അല്ലാഹു തആല ഇവരെ പുറത്തിറക്കി കൊണ്ടുവന്നു കടൽക്കരയിലേക്ക് കൊണ്ടുപോയ പ്രകാരം അങ്ങനെ എന്ത് ചെയ്തു? അള്ളാഹുവിൻ്റെ ആ
പദ്ധതി സാധിക്കാവുന്ന വിധം ഇവർ നേരം വെളുത്തിട്ട് രാത്രിയാണ്, വാസ്രി ബി ഇബാദി എന്നാണല്ലോ അള്ളാൻ്റെ വഹി, എൻ്റെ അടിമകളെയും കൊണ്ട് രാത്രി പോകും. അങ്ങനെ രാത്രി പോയ ബനി ഇസ്രായേല്യരെ അവരെ തടയാനും അവരെ ഉപദ്രവിക്കാനും വേണ്ടിയിട്ട് രാവിലെ ഫിറൗനും കൂട്ടരും പുറപ്പെട്ടു. അങ്ങനെ അവരുടെ പിന്നെ ഇന്നക്കും മുത്തബഊൻ, നിങ്ങൾ പിന്തുടരപ്പെടുന്നവരാണെന്ന് പറഞ്ഞല്ലോ, ആ പിന്തുടരൽ രാവിലെ ഉണ്ടായി. കാരണം നേരം വെളുത്തപ്പോഴാണ് അറിയുന്നത് ബനി ഇസ്രായേല്യരെല്ലാവരും നാട് വിട്ടിരിക്കുന്നു എന്ന്. അവരെ പോകാൻ വിട്ടുകൂടാ. അങ്ങനെയും അവർ പോകാൻ തയ്യാറാകുകയാണെങ്കിൽ, എതിർപ്പ് അവഗണിച്ചും അവർ പോവുകയാണെങ്കിൽ അവരെ കൊന്നുകളയണം, അല്ലെങ്കിൽ അവർ വലിയ ശക്തിയായി തിരിച്ചു വരും എന്നൊക്കെയുള്ള ആശങ്കകളുള്ളത് കൊണ്ടാണ് പിടികൂടാൻ വേണ്ടി പിന്നാലെ പുറപ്പെട്ടു. രാവിലെ മുശ്രിഖ് എന്ന് പറഞ്ഞാൽ അവർക്ക് രാവിലെയാകുന്ന സമയത്ത് എന്നർത്ഥം. ഇങ്ങനെ പോകുന്ന ബനി ഇസ്രായേല്യർ കടൽക്കരയിലെത്തിയപ്പോൾ ഫിറോനും കൂട്ടരും അവരുടെ പിന്നാലെ ചെന്നു. ആ സന്ദർഭമാണ് ഇനിയുള്ള ആയത്തുകളിൽ അള്ളാഹു പരാമർശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖത്തൻ വനദ്റ. അല്ലാഹുമ്മ ഇജ്അലിൽ ഖുർആന റബീഅ ഖുലൂബിനാ വനൂറ സുദൂരിനാ വജലാഅ ഹുസ്നിനാ വദഹാബ ഹമ്മിനാ വഗമ്മിനാ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്സഹബിഹി വസല്ലം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.